Hi friends, എല്ലാവർക്കും മിസ്റ്ററി ബോക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ 2020 കാലഘട്ടത്തിൽ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആൻഡ്രോയിഡിനെ കുറിച്ചും ആൻഡ്രോയിഡ് എന്നും കേട്ടിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആൻഡ്രോയിഡിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആൻഡ്രോയിഡിൽ തന്നെ രണ്ട് വിഭാഗങ്ങളുണ്ട്. ഒന്ന് സ്റ്റോക്ക് ആൻഡ്രോയിഡ്, രണ്ട് കസ്റ്റമൈസ്ഡ് ആൻഡ്രോയിഡ്. ഗൂഗിൾ സ്മാർട്ട് ഫോൺസിൽ യൂസ് ചെയ്യുന്ന ഒരു OS ആണ് സ്റ്റോക്ക് ആൻഡ്രോയിഡ്. അത് നിർമ്മിച്ചതും ഗൂഗിൾ തന്നെയാണ്. അതൊരു ഓപ്പൺ ഫ്രീ സോഴ്സാണ്. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും അതെടുത്ത് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. സ്റ്റോക്ക് ആൻഡ്രോയിഡിൽ നമുക്ക് നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ബ്ലോട്ട്വെയറുടെ ശല്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡിൽ നിന്ന് ലഭിക്കുന്നത്. നമ്മുടെ കസ്റ്റമൈസ് ആൻഡ്രോയിഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതൊരു സ്മാർട്ട് ഫോണും, അതായത് സാംസങ് ആകട്ടെ, റിയൽമി ആകട്ടെ, ഷവോമി ആകട്ടെ, അവരുടേതായ ഫീച്ചറുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ UI നിർമ്മിക്കും ഈ സ്റ്റോക്ക് ആൻഡ്രോയിഡിനെ കസ്റ്റമൈസ് ചെയ്തിട്ട്. അതിനെയാണ് നമ്മൾ കസ്റ്റമൈസ്ഡ് ആൻഡ്രോയിഡ് എന്ന് പറയുന്നത്. ആ കസ്റ്റമൈസ്ഡ് ആൻഡ്രോയിഡ് MIUI, സാംസങ് One UI, റിയൽമി UI ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. ഏതൊരു ബ്രാൻഡും ആയിക്കോട്ടെ, അതായത് സാംസങ് ആയിക്കോട്ടെ, റിയൽമി ആയിക്കോട്ടെ, അവർ സ്റ്റോക്ക് ആൻഡ്രോയിഡിനെ എടുത്ത് കസ്റ്റമൈസ് ചെയ്ത് അവരുടെ സ്മാർട്ട് ഫോൺ യൂസറിലേക്ക് തരുന്ന സമയത്ത് അതിൽ ബ്ലോട്ട്വെയറുകൾ ഉണ്ടാകും, അവരുടേതായ ഒരുപാട് ഫീച്ചറുകൾ തന്നെ ഉണ്ടാകും. ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ആൻഡ്രോയിഡിൽ ആൻഡ്രോയിഡ് 10 സ്ക്രീൻ റെക്കോർഡിംഗ് സപ്പോർട്ടല്ല. പക്ഷേ നമ്മൾ ഷവോമി ആയിക്കോട്ടെ, സാംസങ് ആയിക്കോട്ടെ, അവരുടെ UIകളിൽ നമുക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് സപ്പോർട്ടുണ്ട്. അപ്പോൾ അവർക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡിന് തരാൻ കഴിയാത്ത ഒരുപാട് ഫീച്ചറുകൾ നമുക്ക് എനേബിൾ ചെയ്ത് അതൊക്കെ അതിൽ നിറച്ചിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് അവിടെ നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഒന്നും നമുക്ക് മറ്റു UIകളിലൊന്നും കാണാൻ സാധിക്കില്ല. കാരണം ഈ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എടുത്ത് കസ്റ്റമൈസ് ചെയ്ത് നമ്മളിലേക്ക് തരുന്ന സമയത്ത് അവിടെ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും സാംസങ്ങിൻ്റെ ആയിക്കോട്ടെ, ഷവോമിയുടെ ആയിക്കോട്ടെ, റിയൽമിയുടെ ആയിക്കോട്ടെ, എല്ലാ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും നമുക്ക് കുറച്ച് സ്ലോ ആയിരിക്കും. നമ്മളൊരു പിക്സൽ ഡിവൈസ് യൂസ് ചെയ്യുന്ന ഒരു യൂസർ ആണെങ്കിൽ നമ്മൾ മറ്റു സ്മാർട്ട് ഫോണിലേക്ക് പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കതൊരു വലിയൊരു പോരായ്മയായിട്ട് എടുത്ത് കാണിക്കും. കാരണം നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഒന്നും വേഗം വരില്ല. പിന്നെ ഇത് കസ്റ്റമൈസ് ചെയ്ത് തരുന്നത് കൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്താൽ ഒരുപാട് ബഗ്സും ഹാങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഈ കാരണവശാൽ ഒരു സ്മാർട്ട് ഫോൺ യൂസർ പിക്സൽ ഡിവൈസിലേക്ക് പോർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ പിക്സൽ ഡിവൈസിൽ നമുക്ക് നല്ല വില കൊടുക്കേണ്ടി വരും. കാരണം പിക്സൽ ഡിവൈസിൻ്റെ ആ ബ്രാൻഡ് വാല്യൂ ഏറ്റവും മുൻപന്തിയിൽ ആപ്പിളിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ബ്രാൻഡ് വാല്യൂ ആണ് പിക്സൽ ഡിവൈസിന്, അതായത് ഗൂഗിൾ പിക്സൽ ഡിവൈസിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ല കോസ്റ്റ്ലി ആയ സ്മാർട്ട് ഫോണുകളാണ് എപ്പോഴും പിക്സൽ ഡിവൈസ്. ഇപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോൺ വരെ 25,000 അറൗണ്ടാണ് വരുന്നത്. ഈ പോരായ്മകളൊക്കെ പരിഹരിച്ച് സാധാരണക്കാർക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് നൽകാൻ വേണ്ടി ഗൂഗിൾ ലോഞ്ച് ചെയ്ത ഒരു പ്രോഗ്രാമാണ് ആൻഡ്രോയിഡ് 1. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഏത് സ്മാർട്ട് ഫോണിലും, അത് നോക്കിയ ആകട്ടെ, ഷവോമി ആകട്ടെ, അതുപോലത്തെ എല്ലാ സ്മാർട്ട് ഫോണിലും ആൻഡ്രോയിഡ് 1 പ്രോഗ്രാമിലൂടെ ബ്ലോട്ട്വെയർസ് ഒന്നും ഇല്ലാത്ത നല്ലൊരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് UI എക്സ്പീരിയൻസ് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ആൻഡ്രോയിഡ് 1 പദ്ധതി ഗൂഗിൾ ലോഞ്ച് ചെയ്തത്. ആൻഡ്രോയിഡ് 1 പദ്ധതിയിലൂടെ വിൽക്കപ്പെടുന്ന എല്ലാ സ്മാർട്ട് ഫോൺസിലും നമുക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. GCAM ആയിക്കോട്ടെ, എല്ലാം നമുക്കതിൽ ലഭിക്കുന്നുണ്ട്. നമ്മൾ സ്റ്റോക്ക് ആൻഡ്രോയിഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 2 വർഷത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കിട്ടും. ഇപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് 10 ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡ് 11 അപ്ഡേഷനും കിട്ടും. അത് കഴിഞ്ഞാലുള്ള ആൻഡ്രോയിഡിൻ്റെ അടുത്ത 11 കഴിഞ്ഞ് അടുത്ത വരുന്ന സോഫ്റ്റ്വെയറും നമുക്ക് ലഭിക്കുന്നതാണ്. അതൊരു വലിയൊരു ഗുണമേന്മയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. മറ്റ് UIയിലെ സ്മാർട്ട് ഫോണൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പിക്സൽ ഡിവൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പിക്സൽ ഡിവൈസിൽ നല്ലൊരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ലഭിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ബ്ലോട്ട്വെയർസ് ഒന്നുമില്ല, അൺഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയാത്ത ബ്ലോട്ട്വെയർസ് ഒന്നും അതിൽ കുത്തി നിറച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഒരു ഗൂഗിളിൻ്റേത് തന്നെ നമുക്ക് നിത്യോപയോഗ ആപ്സായ കുറച്ച് 5-6 ആപ്സ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സ്റ്റോക്ക് ആൻഡ്രോയിഡിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൽ വാങ്ങാൻ സാധിക്കാത്ത ആൾക്കാർക്ക് വേണ്ടി ഗൂഗിൾ ഇറക്കിയൊരു പദ്ധതിയാണ് ആൻഡ്രോയിഡ് 1. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആൻഡ്രോയിഡിനെ കുറിച്ച് വിശദീകരിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ